ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതിഭയോട് ചായ എടുക്കാൻ പറഞ്ഞിട്ട് സുശീല പറയാണ്, അല്ല കുഞ്ഞമ്മ എന്താ ഈ വഴിക്ക്? അത് കേട്ടോടെ തന്നെ, കുറേ കാലമായിട്ട് നീ ആയിട്ട് നമ്മളെ ബന്ധം അങ്ങ് പുതുക്കിയെടുത്തതല്ലേ? അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞാൻ നാണം കെട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞമ്മയെങ്കിലും എൻ്റെ കൂടെ ഇറങ്ങുന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതിന് എനിക്ക് പറയാം സുശീലേ, നീ അവിടെ നിന്ന് നാണം കെട്ടിട്ട് ഇറങ്ങുന്നത്. നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് റൂമിൽ പോയി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഊണ് കഴിക്കാൻ വരുമെന്ന് കരുതി ഞാൻ അവിടെ നിന്നതാണ്. അപ്പോൾ സുശീലയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കാൻ കേട്ടാ. അപ്പോൾ ആ സമയമാണ് അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നീ ഇങ്ങോട്ട് പോരട ഇന്ദ്ര, എന്തിനാ അവിടെ നിന്ന് വിളിച്ചു പോകുന്നത് എന്നിങ്ങനെ സുശീല പറഞ്ഞോടെ തന്നെ, അമ്മേ വിച്ചുമോന് തീരെ സുഖമില്ല, വിച്ചുമോനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം, അമ്മ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ എന്നെ വിളിക്കുമോ? അല്ല കുഞ്ഞമ്മ എപ്പോഴേ വന്ന് ഇപ്പോൾ വന്നതുള്ളൂ. അപ്പോൾ അത് കേട്ടോടുന്ന ശരി ഞാൻ വിളിച്ചോളാം. അപ്പോൾ അനുപമ ഇവിടെയുണ്ടോ? അനുപമയും നീ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് അവിടെയും നീ തോറ്റു തുന്നം പാടിയ സുശീലെ. അത് കേട്ടോട് തന്നെ ഇന്ദ്രൻ ആകെ നാണം കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയണേ, അതൊക്കെ കഥ അമ്മ പറഞ്ഞു കൊടുത്തോളൂ, എന്തായാലും ഞാനിപ്പോൾ പോവാണ്, സോനയുടെ അടുത്തുണ്ട് കുഞ്ഞ്, അമ്മ റെഡിയായി കഴിഞ്ഞാൽ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം സുശീല പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ കടയിൽ ഇങ്ങനെ മുടങ്ങി വരുന്നത്? കടയിലെ കാര്യങ്ങളൊക്കെ നീ ചെയ്തോ, കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ അങ്ങനെ പറയട്ടോ. അപ്പോൾ സുശീലയെ ചോദിക്കുകയാണ്, അല്ല സുശീല എന്താ സത്യത്തിൽ ഉണ്ടായത്? അപ്പോൾ അനുപമയെ നിങ്ങൾ ഒഴിവാക്കി എന്നൊക്കെ ചോദിക്കും. അതൊക്കെ പറയാ എന്ന് പറയാണ്. കുഞ്ഞമ്മ ഒന്നിങ്ങ് വന്ന് ചായ തരാമെന്ന് പറയുമ്പോൾ, ഞാൻ നിൻ്റെ ചായ വെള്ളമൊന്നും കുടിക്കാനല്ല വന്നത്, നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ ഒന്ന് ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഭാനുമ്മയാണ് കാണിക്കുന്നത്. അനുപമ ഇങ്ങനെ ചായ ഇട്ടും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാനുമ്മ പറയണ, മോളെ നിൻ്റെ കുഞ്ഞിനെ കാണാൻ അങ്ങോട്ടേക്ക് പോയി, എല്ലാവർക്കും നിൻ്റെ കുഞ്ഞിനെ അവിടെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഭാനുമ്മക്ക് ഇപ്പോൾ കുഞ്ഞിനെ കാണിച്ചു തന്നില്ല, കാരണം ഞാൻ നിൻ്റെ ആളാണെന്നുള്ള തോന്നൽ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുഭവം പറയണേ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ബന്ധം തന്നെ വേർപ്പെടുത്തും, അയാളുമായുള്ള നീ ഒരു ബന്ധം തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ അറമ്പറ്റുന്ന വാക്കുകൾ പറയാതെ എൻ്റെ അനുഭവമേ, നിങ്ങൾക്കിടയിൽ ഒരു അദൃശ്യ ശക്തിയുണ്ട്, അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും നിങ്ങളെ ഇങ്ങനെ അടുപ്പിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, ഞങ്ങളധികം അടുത്ത് ജീവിച്ചില്ല, അത് തന്നെ മോളെ ഞാൻ പറഞ്ഞത്, നിങ്ങളെ വീണ്ടും വീണ്ടും അടുപ്പിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അനുഭവം പറയണേ, ഇനി എനിക്ക് വേണ്ട, അയാളുമായുള്ള ഒരു ജീവിതം വേണ്ട, എൻ്റെ കുഞ്ഞിനെ കിട്ടിയാൽ മതി, വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കുഞ്ഞിനെ കിട്ടിയാൽ ഞാൻ അയാൾക്ക് ബന്ധം വേറെടുത്ത് ഞാനും എൻ്റെ കുഞ്ഞ് എവിടെയെങ്കിലും ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ ഭാനുമ്മ പറയണ, മോളെ അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ, ഇപ്പോൾ നിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രഘുവും അമ്പിളിയൊക്കെ നിൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ദയയുടെ പ്രശ്നം കഴിയും, അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന നിൻ്റെ അച്ഛന് ഈ കാര്യങ്ങളൊക്കെ അറിയാം, അതിനൊക്കെ ശേഷം മതിയല്ലോ ഇന്ദ്രനുമായി സംസാരിക്കലൊക്കെ കഴിഞ്ഞാൽ അത് പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, വേണ്ട ഭാനുമ്മ, എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു കുന്ന് ചുമന്നിരിക്കുകയാണ്, അതായത് ദയ, ആ ദയയുടെ പ്രശ്നം അങ്ങ് ഇറക്കി വെച്ചാൽ പിന്നെ വേറൊരു കുന്ന് ചുമക്കാൻ അച്ഛൻ ഒരുങ്ങും, അതിലും നല്ലത് ഞാൻ ഈ ബന്ധം വേറെടുത്ത് എനിക്കെൻ്റെ വിച്ചുമോനെ കിട്ടുകയാണെങ്കിൽ ഞാനും എൻ്റെ വിച്ചുമോനും സുഖമായി ജീവിക്കണം, അത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ അറിയുന്നതിന് മുന്നേ തന്നെ ആ ഒരു കാര്യം നടക്കണം, എനിക്കൊരു ഉപകാരം ചെയ്തു തരാൻ ഭാനുമ്മക്ക് പറ്റുമോ? അപ്പോൾ ഇത് കേട്ടോടെ തന്നെ എന്താ വേണ്ടതെന്ന് ഭാനുമ്മ ചോദിക്കുകയാണ്. ഇവിടെ എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, മരുമകളായി എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, ഇന്ന് ഇന്ദ്രേട്ടനാണെങ്കിലോ എന്നെ നല്ലൊരു ഭാര്യയായി അംഗീകരിക്കുന്നില്ല, അവർക്ക് അവരുടെ അമ്മയാണ് ഏറ്റവും വലുത് എന്ന് ഓരോ ദിവസവും തെളിയിച്ചും കൊണ്ടിരിക്കുകയാണ്, അമ്മ കഴിഞ്ഞേ ബാക്കി എന്തുള്ളൂ എന്നുള്ളത്, അതിൽ ആരെയും വേണമെങ്കിൽ തള്ളി പറയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഭാനുമ്മ ഈ പറയുന്ന എൻ്റെ അമ്മായി അമ്മയോട് ചെന്നിട്ട് പറയുക, എനിക്കൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞിനെ തരികയാണെങ്കിൽ ഞാൻ ഈ ബന്ധം വേറെടുത്താൻ തയ്യാറാണെന്ന് അമ്മായിയമ്മ ആഗ്രഹിക്കുന്ന ആശയെ പറയുന്ന അമ്മായിയമ്മയുടെ മരുമകളായി കൈപിടിച്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെന്തായാലും നടന്നോട്ടെ, എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? അല്ല ഭാനുമ്മ എനിക്ക് സഹിക്കാൻ പറ്റായിട്ടാണ്, ഈശ്വരൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് വിധി വെക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എൻ്റെ മോള് സഹിക്കാവുന്നതിലും കൂടുതലായില്ലേ, പിന്നെ ഇപ്പോൾ ഞാൻ എന്താ പറയാനാ എന്നൊക്കെ ഇങ്ങനെ ഭാനുമ്മ പറയുന്നു കേട്ടോ. പിന്നീട് സുശീലയും കുഞ്ഞമ്മയാണ് കാണിക്കുന്നത്. പ്രതിഭ ഇങ്ങനെ ചായ കൊണ്ടുവന്നിരിക്കുകയാണ്, ചായ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞമ്മക്ക് നീ ചായ ഒഴിക്കട്ടെ? അയ്യോ മോളെ, എനിക്ക് ചായ വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നീ ആ ചായ ഇവിടെ വെച്ചേക്ക്, അത് ഫുള്ളിങ്ങ് തന്നേക്ക്, ഞാനത് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ചായ കപ്പ് അങ്ങ് മേടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സുശീല പറയണേ, നീ എന്തിനാ പ്രതിഭ ഇവിടെ നിൽക്കുന്നത്? വിച്ചുമോന് നല്ല പനിയാണ്, അവൻ്റെ അടുത്തോട്ട് നീ ചെല്ലാൻ നോക്ക്, അവൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പ്രതിഭയെ നൈസായി ഒഴിവാക്കുകയാണ്. ഇതേ സമയം കുഞ്ഞമ്മ പറയണേ, എടി ഞാൻ എന്നോടൊരു കാര്യം പറയാനാണ് വന്നത്, സത്യത്തിൽ ഈ പറയുന്ന സത്യൻ്റെയും പ്രതിഭയുടെയും ഓസിക്ക് കല്യാണം നടത്തിയതുപോലെയാണല്ലോ, എന്നാൽ നാട്ടു നടപ്പ് വെച്ചിട്ട് നിനക്ക് ഇപ്പോൾ ഈ പറയുന്ന സുധന് സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ സുശീലക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കാനായിട്ടാ. എന്തായാലും ഞാൻ ചോദിച്ചതിന് എനിക്ക് മറുപടി പറയാനൊരു മടി, എന്താ മടി എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. എടി അതിൽ നിന്ന് എൻ്റെ ബുദ്ധിമുട്ടും പ്രാരാബ്ദമൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അതിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ എനിക്ക് കാട്ടടി, എൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങ് മാറിയല്ലോ. എൻ്റെ കുഞ്ഞുമ്മ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ആ സ്വർണവും ആ പറയുന്ന പൈസയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ എൻ്റെ മകനെ അവൻ്റെ ഭാര്യയുടെ സ്വർണം സൂക്ഷിക്കാനുള്ള കഴിവ് അവനുണ്ട്. ഇത്രേ നിങ്ങൾ സൂക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചുകൊണ്ടേ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്നാ അങ്ങനെ വെച്ചാൽ അങ്ങനെ പോട്ടെ. എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എന്താ എൻ്റെ കുഞ്ഞമ്മേ എന്ന് പറഞ്ഞിട്ട് മാലയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേട്ടോ കുഞ്ഞമ്മേ, എൻ്റെ ഈ ഒരു മാലയും ഒരു വള എൻ്റെ കയ്യിലുള്ളൂ, അതൊന്നും കിട്ടില്ല എന്ന് പറയാം. അതിനാരും ഞാനത് ചോദിച്ചു? ഞാനത് ചോദിച്ചില്ലല്ലോ, ഞാനത് ചോദിക്കാനല്ല വന്നത്, പിന്നെ എന്ത് ചോദിക്കാനാണ് വന്നത്? അത് ആ സച്ചി സാറ് കുറച്ച് പണം സ്വർണം നീ അന്ന് അവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി ഓർക്കുന്നില്ലേ, അതിൽ നിന്ന് കുറച്ച് സ്വർണം എനിക്ക് കാട്ടടി, എൻ്റെ ബുദ്ധിമുട്ട് മാറാനടി. അത് കേൾക്കുന്ന സുശീലക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എൻ്റെ കുഞ്ഞമ്മ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, ഇതൊക്കെ കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞ് കുഞ്ഞമ്മ നീക്കുകയാണ് കേട്ടോ. അപ്പോൾ സുശീല നീക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മ പറയാണ്, എടി ഞാനതിനൊന്നും ചോദിച്ചില്ല, എൻ്റെ കുഞ്ഞമ്മ ആ സ്വർണ്ണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ 10 പവൻ നിങ്ങൾക്ക് ഞാൻ പാട്ട് പാടി തന്നിരുന്നു എന്നാൽ അതൊന്നും സ്വർണ്ണമല്ലായിരുന്നു. അയാൾ എന്നെ വെറും കൊള്ളനാണ്, അയാൾ എന്നെ പറ്റിച്ചിരിക്കുന്നു, മുക്കുപണ്ടമാണ്. എൻ്റെ സുശീല, നീ ഈ കുഞ്ഞമ്മയുടെ അടുത്ത് നീ വിലത്തരം നിൽക്കണ്ട. നിൻ്റെ കുഞ്ഞമ്മയാണെങ്കിൽ ഞാൻ നിന്നേക്കാൾ വലിയ വല്യമ്മ ആവാനും എനിക്കറിയാം, അതുകൊണ്ട് മര്യാദക്ക് പറയുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എൻ്റെ കുഞ്ഞമ്മേ, നിങ്ങൾ പോയിട്ട് ആ സച്ചി സാറിനോട് തന്നെ ചോദിച്ചു നോക്കുക, അയാൾ എന്നെ പറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രതിഭ ഓടി വരികയാണ് കേട്ടോ. അമ്മേ വിച്ചുമോനെ നല്ല പനിയുണ്ട്, പനി കൂടുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, അപ്പോഴല്ലേടി ഈ പറയുന്ന കുഞ്ഞമ്മ വന്നത്, അതുകൊണ്ടല്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ വരാം, നീ അങ്ങ് ചെല്ലി വിച്ചുമോൻ്റെ എടുത്തിട്ടു എന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം കുഞ്ഞമ്മയോട് ചോദിക്കുകയാണ് സുശീല, അല്ല നിങ്ങളിവിടെ നിൽക്കുന്നോ അതോ പോകുന്ന? ഞാൻ എന്തായാലും പോയാലും ഞാൻ തിരിച്ചു വരും, ഞാൻ വരാതിരിക്കൊന്നുമില്ല, എനിക്ക് ഈ പറയുന്ന പണം വേണം എന്നിങ്ങനെ കുഞ്ഞമ്മ പറയുമ്പോൾ സുശീല ദേഷ്യം പിടിച്ച് പുറത്തോട്ട് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഈ ഭ്രാന്താശുപത്രി ശബരിയെയും വിനയനെയാണ് കേട്ടോ കാണിക്കുന്നത്. വിനയൻ ഇങ്ങനെ ആരോടോ ഫോണിൽ എന്തൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ശരിയോ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വിനയൻ ശബരിയോട് പറയാണ്, ശബരി നമുക്കിങ്ങനെ നിന്നാൽ ശരിയാവും, അവനെ പോയൊന്ന് കാണണ്ടേ മിഥുനെ, എങ്കിലല്ലേ ദയ പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, ഇവിടെ ആരെങ്കിലും വരട്ടെ എന്നിട്ടാവാ എന്ന് പറയുമ്പോഴാണ് അനിതയും ഈ പറയുന്ന രാമനാഥനെയും ഓട്ടോയിൽ ഇറങ്ങി വരുന്നത്. ശബരി നിൻ്റെ അച്ഛനതാ വരുന്നതെന്ന് പറയുമ്പോഴേക്കും ശബരി ഓടിച്ചില്ല, അച്ഛ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട്, അച്ഛനെ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത്, ഞാൻ അങ്ങോട്ടേക്ക് വരില്ലേ, എന്നിട്ട് എൻ്റെ മോന് വന്നില്ലല്ലോ, എൻ്റെ മോനെയും എൻ്റെ മോളെയും എനിക്ക് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നല്ലേ പറ്റുള്ളൂ, നീ ആണെങ്കിലോ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതല്ലേ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് ഡ്രസ്സ് മാറ്റണം, കുളിക്കണം, അങ്ങനെയുള്ള ചിന്ത ഒന്നും ഇല്ലല്ലോ, എന്തിനാ പറയുന്നത്, നീ വരാന്തയിൽ കിടക്കുമ്പോൾ അവിടെ ആരെങ്കിലും കിടക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കും. എന്നാൽ എൻ്റെ മോനൊരു കാര്യം ചിന്തിക്കണം, ദയെ നോക്കാനും നീയും ദയയുടെ ആളുകളും എല്ലാവരും ഉണ്ടാകും, പക്ഷേ നീ വീണ് കഴിഞ്ഞാൽ അച്ഛനാരാ, അത് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ മോനെ പറയുമ്പോൾ ശബരി തൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയാം, അച്ഛൻ അങ്ങനെയൊന്നുമില്ല, അച്ഛൻ്റെ തോന്നലാണ്, ഞാൻ വീഴില്ല, എനിക്ക് ഒരുപാട് കടമകളുണ്ട് ഇനിയും ചെയ്ത് തീർക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിനയം പറയണേ, ശബരി ഈ സമയം നമുക്ക് മിഥുനെ കാണാനൊന്നും പോയാലോ. അപ്പോൾ അത് കേട്ടോടെ തന്നെ രാമനാഥൻ ചോദിക്കണം, എന്താണ് അവൻ പറയുന്നത്? അത് വക്കീൽ പറഞ്ഞ ഒരാളെ കാണാൻ പോകാനുണ്ട് അച്ഛനും ഇനി അനിതേച്ചി ഇവിടെ ഉണ്ടാവുമോ? അപ്പോൾ അനിത പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഉണ്ടാവും, ദയയുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിന്നോളാം, ദയയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അങ്ങനെയൊന്നും ഒരു നിയമം ഇവിടെ ഇല്ല, അതൊന്നും നടക്കില്ല. അപ്പം എൻ്റെ പൊന്നുമോളെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് രാമനാഥ് ചോദിക്കുക. അതിനെന്താ ഞാൻ കണ്ടു തരാം, ഈ വിസിറ്റേഴ്സിനെയൊക്കെ കാണുന്ന ഒരു സമയം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ പറ്റുമോ? അപ്പോൾ വിനയം ചോദിക്കുക, അതിനെന്താ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങനെ ദയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ കോൺസ്റ്റബിളോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, ഒരു വനിതാ കോൺസ്റ്റബിളാണ്. അവർ പറയുന്നത് വേഗം കണ്ടോളൂ, സൂപ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടോളൂ എന്ന് പറയണം. അങ്ങനെ ദയെ സെല്ലിലടച്ചിരിക്കുകയാണ്. ദയയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ദയ പൊട്ടി കരയാനിട്ടാ, അച്ഛാ എന്ന് പറഞ്ഞ് ഇന്ന് ദയ പറഞ്ഞ് കരയുമ്പോൾ, മോളെ നിനക്കൊന്നുമില്ലടി, നിനക്കൊന്നുമില്ല, നീ ഇങ്ങനെ സങ്കടപ്പെടില്ല, നിനക്കൊന്നുമില്ല, എന്നാലച്ചാ എന്നൊക്കെ പറഞ്ഞ് ശബരിയേട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ പേര് വിളിച്ചിങ്ങനെ ദയ കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂപ്രണ്ട് വന്നിട്ട് പറയുകയാണ്, ഇനി മതി, ഇനി ഇവിടെ നിന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ചീരു ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സരോജിനി വരികയാണ്. കുഞ്ഞുങ്ങളൊക്കെ എന്താ കാണിച്ചത്, കുഞ്ഞുങ്ങളൊക്കെ ഞാൻ അമ്പിളി ചേച്ചിയുടെ രഘുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ കയ്യിലല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ, നീ എന്തിനാ എന്നെ വിളിച്ചത്, വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറി പോവാണ് കേട്ടോ. പെട്ടെന്ന് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി 2 പേരും കൂടി ഉണ്ടോ, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു കേട്ടു, എന്തായാലും വാ എന്ന് പറഞ്ഞിട്ട് ചീരു സരോജിനെയും വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുക. അപ്പോഴാണ് സുശീല അവിടെ വരുന്നത് കേട്ടോ. സുശീല ബിച്ചുനെയും കൊണ്ട് ഇറങ്ങി വരിക. കുഞ്ഞാണെങ്കിലെ പിടഞ്ഞ് കരയുന്നുണ്ട്, അമ്മേ എന്ന് പറഞ്ഞിങ്ങനെ പിടഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെ സുശീല വരാന്തയിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഈ പറയുന്ന സരോജിനി ആയിരിക്കട്ടെ. സരോജിനിയെ കാണുന്ന സുശീല ഒന്ന് ഞെട്ടുന്നുണ്ട്.